ഞാൻ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങളുടെ പോക്ക്. നമ്മൾ വിചാരിച്ച റൂട്ടിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഈസി ആവൂലേ? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു? ഇത്ര സാലറി, ഇത്ര ചിലവ്, കുറച്ച് വീട്ടിലേക്ക്, ബാക്കി വരുന്നത് സേവിങ്സ്. ഇപ്പം അങ്ങോട്ട് കൊടുക്കാനുള്ള കണക്കിൻ്റെ ലിസ്റ്റ് മാത്രമാണ് സേവിങ്സ് ആയിട്ടുള്ളത്. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. ക്രെഡിറ്റ് കാർഡ്, റൂം റെൻറ്റ്, ട്രാവൽ എക്സ്പെൻസ്, മെസ്സ്, പോരാത്തിന് നാട്ടിലൊരു ലോണും. നിനക്കൊക്കെ എന്ത് സുഖമാണ്, ഒരു ചെലവില്ലല്ലോ. ഇത് ചായ അല്ലേ? ഇതോ? മുട്ട പപ്സ്. ഇതിന്റെ ബില്ലും ഞാൻ തന്നെ കൊടുക്കണ്ടേ? ഇതൊക്കെ ചെലവല്ലേ? അത് ഇതുപോലത്തെ ചെറിയ ചെറിയ ചിലവുകളല്ലേ, ഞങ്ങളത്ര ചിലവുണ്ടാവില്ലല്ലോ. അല്ലെങ്കിലും സിംഗിൾ ആയിട്ട് പുറത്ത് ജോലി ചെയ്യണ പെൺകുട്ടികൾക്ക് ചിലവൊന്നും ഇല്ല എന്ന് പറഞ്ഞ എന്ത് മണ്ടത്തരാണ്. നിന്റെ കേസിൽ നിന്റെ ഉപ്പ നല്ലൊരു ബിസിനസ്മാനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് നാട്ടിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കാശ് നിനക്ക് സേവ് ചെയ്തൂടെ? ബാക്കിയുള്ളത് നിനക്ക് സേവിങ്സ് ആണല്ലോ. ചിന്താഗതി മാറ്റണം. നീ ഈ പറഞ്ഞ റെൻറ്റും ലോണും ട്രാവൽ എക്സ്പെൻസും മെസ്സും ഒക്കെ എനിക്കുണ്ട്. പിന്നെ നേരത്തെ ഈ പറഞ്ഞ ബിസിനസ്മാൻ ഉണ്ടല്ലോ, അയാൾ ഒറ്റക്ക് കുടുംബം പോറ്റുമ്പം അതിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നതാണ് എൻ്റെ സേവിങ്സ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്കതൊരു ഉത്തരവാദിത്തമല്ലല്ലോ, വേണമെങ്കിൽ അയച്ചാൽ പോരെ. ഞങ്ങൾ ആണുങ്ങളുടെ കേസ് അങ്ങനെയല്ല, ഞങ്ങൾക്കിതൊരു കടമയാണ്. ഉത്തരവാദിത്തമാണോ കടമയാണോ എന്നുള്ളതിലല്ല കാര്യം. ഉത്തരവാദിത്തം ഉണ്ടായിട്ടും അത് ചെയ്യാത്ത ഇത്രങ്ങാനും ആളുകളുണ്ട്. അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതിലാണ് കാര്യം. എനിക്ക് തോന്നുന്നത് നിന്റെ കയ്യിൽ ക്യാഷ് നിൽക്കാത്ത, നിന്റെ ഒരിക്കലും നടക്കാത്ത സിനിമാ മോഹം കൊണ്ടാണ്. ഒരിക്കലും നടക്കില്ല എന്ന് പറയണ്ട, അതിനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതല്ല, നീ ട്രൈ ചെയ്തോ, പക്ഷെ അതിനുള്ള സ്പെൻഡ് കുറച്ചാൽ മതി. ഞാൻ അതിന് വേണ്ടിയിട്ട് അധികം സ്പെൻഡ് ചെയ്യണമെന്നില്ല, പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ മരുന്നുണ്ട്. കുറെ നേരമായല്ലോ മരുന്നും കഷായെന്നൊക്കെ പറയണത്. നീ എന്താ മെഡിക്കൽ റിപ്പോ? വൺസ് അഗെയിൻ, വീണ്ടും ഐ റിപ്പീറ്റ്, ആണുങ്ങളുടെ അത്ര ചിലവ് പെണ്ണുങ്ങൾക്കില്ല. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ 90% നിങ്ങളുടെ സേവിങ്സ് ആണ്. നീ ശരിയാവൂല. ഇതിന്റെ പൈസ ഞാൻ കൊടുത്തോണ്ട്. ഇതിൻ്റെ ഞാനും കൊടുക്കാം. ആ പപ്സിൻ്റെ പൈസ കൊടുത്തോണ്ട് അത് ഞാൻ കഴിച്ചിട്ടില്ല.